IELTS എക്സാമിനെ പറ്റി സ്റ്റുഡൻസിന്റെ ഇടയിൽ കാര്യമായ തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതെന്തോ ഭീകര പരിപാടിയാണെന്നാണ്. ആണോ? IELTS പഠിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 7 ബാൻഡ് ഒക്കെ കിട്ടുന്നത് കുറച്ച് ടാസ്ക് ആണ്, സ്പീക്കിംഗ് ടെസ്റ്റ് പാസ്സാകാൻ ലക്ക് വേണം, എണ്ണി നോക്കിയാൽ ഇനിയും കിട്ടും. ഇതിനെല്ലാമുള്ള സൊല്യൂഷൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവനായി കണ്ടോളൂ. നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് നോക്കാം. എന്താണ് IELTS, എന്തിനാണ് IELTS എന്ന്. എന്തിനാണ് IELTS എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഒരു ലാംഗ്വേജ് അറിയാം. ഫോർ എക്സാമ്പിൾ ഹിന്ദി എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കത് എത്രത്തോളം അറിയാം, അല്ലെങ്കിൽ എനിക്കത് ശരിക്കും അറിയോ എന്ന് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഹിന്ദിയിൽ നിങ്ങളൊരു കാര്യം പറയും, എനിക്കത് മനസ്സിലായോ എന്ന് നോക്കാം. ലിസണിങ്, ഹിന്ദിയിൽ ഒരു സെന്റൻസ് പറയാൻ ആവശ്യപ്പെടാം. സ്പീക്കിംഗ്, ഒരു ഹിന്ദി റൈറ്റിംഗ് എടുത്ത് വായിക്കാൻ പറയാം. റീഡിംഗ്, ഫൈനലി ഹിന്ദിയിൽ എന്തെങ്കിലും ഒന്ന് എഴുത് എന്ന് പറയാം. റൈറ്റിംഗ്. ഇത്രയും ചെയ്യുന്നതോടെ എനിക്ക് ഹിന്ദി അറിയാമോ, എത്രത്തോളം നന്നായി അറിയാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഈ പറഞ്ഞ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു നാട്ടിൽ എനിക്ക് ജോലി കിട്ടി. ഹിന്ദി മാൻഡേറ്ററി ആയി അറിഞ്ഞിരിക്കണം. വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻസിനെല്ലാം ഹിന്ദി അറിഞ്ഞിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ കൂടി ഉണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കൂടി നമ്മൾ ഹിന്ദി പഠിക്കും. അത്രേ ഉള്ളൂ ഈ പറയുന്ന IELTS എക്സാം. ഓൾറെഡി ഹിന്ദി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഹിന്ദി ടെസ്റ്റ് കുറെ കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് ലിസണിങ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാം. ഇനി പറ, ഇതേ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ IELTS അത്ര ഭീകരമാണോ? ഇനി IELTS പഠിക്കുമ്പോൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്താണെന്നും അതിന് സൊല്യൂഷൻ ഉണ്ടോന്നും നമുക്ക് നോക്കാം. 1, ടോപ്പ് സ്കോർ കിട്ടാൻ എളുപ്പമല്ല. എളുപ്പമാണ്. വിത്ത് റൈറ്റ് സ്ട്രാറ്റജി എളുപ്പത്തിൽ IELTS ക്രാക്ക് ചെയ്യാം. കാഷ്വൽ ആയി പോയി അറ്റൻഡ് ചെയ്താൽ എക്സാം പാസ്സാവാം, പക്ഷേ ഹൈ സ്കോർ കിട്ടണമെന്നില്ല കേട്ടോ. എത്രയൊക്കെ ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാലും ഇതൊരു എക്സാം അല്ലേ. കുറച്ച് പ്രിപ്പറേഷനും പ്രാക്ടീസും അതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസും ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം നന്നായി സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോ എക്സാമിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയി എക്സാം അറ്റൻഡ് ചെയ്യുക. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നറിയാം. അത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഗിവൺ ടൈമിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് പരിചയിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കോൺഫിഡന്റ് ആയി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് IELTS പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഈസ് സ്പീക്കിംഗ് ടെസ്റ്റ് പാസ്സാകാൻ ലക്ക് വേണം. നന്നായി ലാംഗ്വേജ് അറിയുന്ന ഒരു കാൻഡിഡേറ്റ് പോലും സ്പീക്കിംഗ് ടെസ്റ്റിൽ ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ? ലാംഗ്വേജ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രസന്റ് ചെയ്യാനും അറിയണം. ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഉത്തരം പറയാനല്ല, എങ്ങനെ ഉത്തരം പറയണം എന്നറിയണം. ഹൗ ആർ യു എന്ന ചോദ്യത്തിന് ഫൈൻ എന്ന് ഉത്തരം പറയാതെ ഐ എം ഫൈൻ, ഹൗ അബൌട്ട് യു എന്ന് സെന്റൻസ് ഫ്രെയിം ചെയ്ത് പറയാനായിട്ട് അറിയണം. അങ്ങനെ ആൻസർ പറയണമെങ്കിൽ പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ് ചെയ്യണം, കോൺഫിഡൻസും വേണം. സെന്റൻസ് ഫ്രെയിമിങ്ങിനെ പറ്റി പറയുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയും പറയണം. സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്പീക്കിംഗ് ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ്. നിങ്ങളെ പറ്റി മറ്റൊരാളോട് സംസാരിക്കുക. അത് ഏറ്റവും നന്നായി മറ്റാരെക്കാളും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഈസ് ഓൾ അബൌട്ട് ഫ്രെയിമിംഗ് സെന്റൻസസ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ സ്പീക്കിംഗ് ടെസ്റ്റ് പകുതി പാസ്സായി എന്ന് തന്നെ പറയാം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലക്കല്ല, സ്കില്ലാണ് സ്പീക്കിംഗ് ടെസ്റ്റ് പാസ്സാകാൻ ആവശ്യം. 3, IELTS എക്സ്പെൻസീവ് ആണ്. അല്ല, IELTS ഇനി എക്സ്പെൻസീവ് അല്ല. വാട്ട് ഇഫ് നിങ്ങൾക്ക് ഫ്രീ IELTS ട്രെയിനിങ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ? അയർലാൻഡ്, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ കൺട്രീസിൽ അബ്രോഡ് സ്റ്റഡീസിന് പോകാൻ പ്ലാനുള്ള സ്റ്റുഡൻസിന് എൻട്രി ഫ്ലൈ ഫ്രീ IELTS ആൻഡ് PTE ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. December 10 to December 30 വരെ എൻട്രി ഫ്ലൈയിലൂടെ അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ ഓഫർ ബാധകം. കൂടുതൽ ഡീറ്റെയിൽസ് വഴിയേ പറയാം. അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാകാതിരിക്കാൻ എൻട്രി ഫ്ലൈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തേക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താണ് IELTS എന്നും വിചാരിക്കുന്ന അത്ര ഭീകരമല്ല IELTS എന്നും ഇപ്പൊ മനസ്സിലായില്ലേ? IELTS ഫ്രീ ട്രെയിനിങ് അവൈൽ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യൂ. അപ്പോൾ ഹാപ്പി ലേണിംഗ്.